എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡേ എന്ന് പറയുന്നത് ഹെയർ കെയർ ചലഞ്ചിൻ്റെ ഡേ 13 അപ്പോൾ നിങ്ങൾ എല്ലാവരും കഴിഞ്ഞ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഇനി നമുക്ക് ഹെയർ പാക്കിൻ്റെ ദിവസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള പാക്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇൻവേർഷൻ മെത്തേഡ്, ഓയിൽ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ കറിവേപ്പില, മോര്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടാകും. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡേ എന്ന് പറയുന്നത് ഡേ 13 നമ്മുടെ 90 ഡേയ്സ് ഹെയർ കെയർ ചലഞ്ചിൻ്റെ 13ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ദിവസവും നമുക്ക് ഹെയർ പാക്കിൻ്റെ ദിവസമാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ജലദോഷമാണെന്ന്. അപ്പോൾ ആ ഒരു ജലദോഷത്തിൻ്റെ പ്രശ്നം കാരണം ഞാൻ കഴിഞ്ഞ ആ ഒരു പാക്കും ഇന്നത്തെ ഈ ഒരു പാക്കും അപ്ലൈ ചെയ്ത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പം ഒരു 2 ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും എൻ്റെ ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ചലഞ്ചിൻ്റെ ആ ഒരു റൊട്ടീൻ കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറക്റ്റായിട്ട് ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ കൂടിയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ചെയ്തു കൊടുക്കേണ്ട പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് നൽകുന്ന ഒരു പാക്ക്, നമ്മുടെ മുടി നന്നായിട്ട് തിക്കായിട്ട് വളരാനായിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണ് കേട്ടോ. ഈ ഒരു ഹെയർ പാക്ക് വെച്ചിട്ട് നിങ്ങളുടെ മുടിയുടെ ലെങ്ത് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ നല്ല തിക്കായിട്ട് മുടി വളരാനായിട്ട്, പുതിയ മുടികൾ ധാരാളം കിളർത്ത് വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. കാരണം സവാള നീര് ഉപയോഗിച്ചാൽ തലനീരിറക്കം ഉണ്ടാകുമെന്നൊക്കെ എനിക്ക് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലനീരിറക്കം ഉണ്ട്, അതായത് നിങ്ങൾക്ക് സവാള നീര് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചിലർക്ക് പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കിയാലാണ് നിങ്ങൾക്കത് സ്യൂട്ടാകുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഇനി നിങ്ങൾ നേരത്തെ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ളവരാണ്, നിങ്ങൾക്ക് പറ്റത്തില്ല എന്ന് മനസ്സിലായിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒനിയൻ ജ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ഞാൻ പറയുന്നതിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റത്തില്ല എന്നുള്ള കാര്യങ്ങളാണെങ്കിൽ നിങ്ങളത് അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് അതിന് പകരം ഇപ്പോൾ ഒനിയന് പകരമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അലോവേര ജ്യൂസ്, അതായത് കറ്റാർവാഴയുടെ ജെല്ല് എടുത്തിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അതും മുടി വളർച്ചയ്ക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് നൽകുന്ന ഒന്നാണ്. ഒനിയൻ പോലെ തന്നെ ബെനിഫിറ്റ്സ് നൽകുന്നതാണ് കേട്ടോ. അപ്പോൾ ഒനിയൻ പറ്റുമെങ്കിൽ അലോവേരേനേക്കാളും ഒരുപടി മുന്നിൽ ഞാൻ ചൂസ് ചെയ്യുന്നത് ഒനിയനായിരിക്കും. അതുകൊണ്ടിട്ടാണ് ഞാൻ ഒനിയൻ്റെ ആ ഒരു കാര്യം എടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നൈറ്റിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കാൻ പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ പിറ്റേന്ന് നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഹെയർ പാക്ക് ഇടുന്നതിന് മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുന്നേ ആയിട്ടോ നിങ്ങൾക്ക് ഏത് ടൈമിൽ ചെയ്യാൻ പറ്റുമോ ആ ഒരു സമയത്ത് ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ അതിലും നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ പറ്റുന്നത്, നിങ്ങളുടെ ബോഡി ടൈപ്പിനനുസരിച്ച് എന്തൊക്കെ കാര്യങ്ങൾ സ്യൂട്ടാകും ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തൊക്കെ സ്യൂട്ടാകത്തില്ല അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു ചലഞ്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെയാണ് കേട്ടോ പറയാനുള്ളത്. അപ്പം ഇന്നത്തെ നമ്മുടെ ഹെയർ പാക്ക് എന്തൊക്കെയാണ് എന്ന് നോക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. 2 ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്നെന്ന് പറയുന്നത് കോക്കനട്ട് ഓയിൽ. നിങ്ങൾക്ക് ഏതിൻ്റെ കോക്കനട്ട് ഓയിൽ വേണമെങ്കിലും, നിങ്ങളിപ്പോൾ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. അപ്പം കോക്കനട്ട് ഓയിൽ എടുക്കുക. ദെൻ നമുക്ക് വേണ്ടത് മുട്ടയാണ് കേട്ടോ. അപ്പോൾ മുട്ട ഒരെണ്ണം എടുക്കുക, ഒരു മുട്ട എടുക്കുക, പൊട്ടിച്ചൊഴിക്കുക. അതിലേക്ക് 2 സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. സ്കാൽപ്പിൽ ഫുള്ളായിട്ട് ഓരോ വകച്ചിലെടുത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 30 മിനിറ്റ്സ് to 1 hour വരെ നമുക്ക് വെച്ചേക്കാം. അപ്പോൾ ഇത് വെക്കേണ്ട ടൈം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര നേരം പറ്റുമോ നിങ്ങളുടെ ആ ഒരു ഇതിനനുസരിച്ചിട്ടാണ് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് 30 മിനിറ്റ്സ് വയ്ക്കാം, അല്ലെങ്കിൽ 1 hour വരെ വയ്ക്കാം. ഇതിൽ കുറഞ്ഞ ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ യൂസ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാട്ടോ. അപ്പോൾ വാഷ് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഷാമ്പു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല, ചെറിയ സ്മെല്ലുണ്ടാകും. അപ്പോൾ സഹിക്കുക കേട്ടോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല.
അപ്പോൾ ഇത്രയാണ് കേട്ടോ. പിന്നെ നിങ്ങൾ പുറത്തൊക്കെ പോകുന്നവരാണെങ്കിൽ ഭയങ്കര സ്മെല്ലിൻ്റെ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നാച്ചുറൽ ഷാംപൂസ് യൂസ് ചെയ്യാം കേട്ടോ. അതായത് താളി അല്ലെങ്കിൽ ചീവയ്ക്കപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. എന്നിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. മൈൽഡായിട്ട് അല്ലാന്നുണ്ടെങ്കിലും മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഷാമ്പു കുറച്ച് യൂസ് ചെയ്യാം, ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്ക് എന്ന് പറയുന്നത്. അപ്പം ഞാനിത് പൊട്ടിച്ച് മിക്സ് ചെയ്ത് കാണിക്കാത്തത്, ഈ ഒരു ഹെയർ പാക്ക് ഞാൻ ഉണ്ടാക്കിയിട്ട് ഇന്ന് യാതൊരു കാര്യമില്ല. കാരണം എൻ്റെ മുടിയിലാണെങ്കിൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. വേറെ ആരും ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വേറെ ആരും അപ്ലൈ ചെയ്യാനില്ല കേട്ടോ. അപ്പോൾ വെറുതെ എന്തിനാണ് ഒരു മുട്ട എടുത്തിട്ട് ചീത്തയാക്കുന്നതെന്ന് വെച്ചിട്ടാണ് ഇത് ഞാൻ പാക്കാക്കി കാണിക്കാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ മുട്ട ഒരെണ്ണം പൊട്ടിക്കുക, അതിനകത്തേക്ക് 2 സ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. സ്കാൽപ്പിൽ തലേ ദിവസം ഓയിൽ വെച്ചവരാണെങ്കിൽ പിറ്റേന്ന് മുടിയുടെ ലെങ്ത്തിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി തലേന്ന് നൈറ്റ് ഓയിൽ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ പിറ്റേന്ന് സ്കാൽപ്പിൽ ഓയിൽ അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അപ്പം അതിന് മുന്നായിട്ട് മുടിയുടെ തുമ്പിലേക്കും ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം പാക്ക് അപ്ലൈ ചെയ്തെടുക്കാം. ഒരു 30 മിനിറ്റ്സ് to 1 hour വരെ വെച്ചേക്കാം. അതിനുശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാം. നിങ്ങൾ പുറത്തൊന്നും പോകുന്നില്ല, വലിയ സ്മെല്ലിൻ്റെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഷാമ്പു യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ 13ാമത്തെ ഡേ നമ്മൾ ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത്. നാളത്തെ ദിവസം പാക്കും കാര്യങ്ങളോ ഒന്നുമില്ല. നാളെ വെറുതെ ഇപ്പം നൈറ്റിൽ നിങ്ങൾ ഇന്നത്തെ ദിവസം പാക്ക് അപ്ലൈ ചെയ്തു, നൈറ്റിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ഒന്നുമില്ല, ഇൻവേർഷൻ മെത്തേഡ് ചെയ്താൽ മതിയാകും. അതുപോലെ തന്നെ കഴിക്കാനുള്ളത് കഴിച്ചാൽ മതിയാകും. ഇനി നിങ്ങൾ നാളത്തെ ദിവസമാണ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നാളെ ഓയിൽ അപ്ലൈ ചെയ്യുക, വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. നാളെ പാക്കോ കാര്യങ്ങളോ വേറെ ഒന്നുമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ തൊട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും വീണ്ടും ബാക്ക് ചെയ്ത് തുടങ്ങണമെന്ന് വിചാരിക്കുന്നു. അപ്പം എൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി തുടങ്ങിയാൽ ഞാനും വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പം മുതലേ എല്ലാം വീണ്ടും അപ്ലൈ ചെയ്തൊക്കെ കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ടാറ്റ ബൈ ബൈ.